സമാനതകളില്ലാത്ത കാത്തിരിപ്പിനൊടുവിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തി. ഇരുവരെയും വഹിച്ചുള്ള ഫ്രീഡം ഡ്രാഗൺ ബഹിരാകാശ പേടകം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പുലർച്ചെ 3:27 മെക്സിക്കൻ സമുദ്രത്തിൽ ഫ്ലാഷ് ഡൌൺ ചെയ്യുകയാണുണ്ടായത്. നാസയുടെ ബഹിരാകാശ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈനർ എന്ന ബഹിരാകാശ പേടകത്തിൽ 8 ദിവസത്തെ മിഷന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രയാവുകയും എന്നാൽ നീണ്ട 287 ദിവസം ബഹിരാകാശത്ത് തുടരുവാൻ നിർബന്ധിതരാവുകയും ആ കാലഘട്ടത്തിൽ അനവധി നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയരാവുകയും ചെയ്തത്. ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറെയും തിരിച്ചെത്തിക്കാനുണ്ടായ കാലതാമസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൻ വിവാദമാക്കിയിരുന്നു. ബോയിംഗ് സ്റ്റാർലൈനർ എന്ന സ്പേസ് ക്രാഫ്റ്റിൽ ബഹിരാകാശത്തെത്തിയ സുനിതയും ബുച്ചും തിരിച്ചെത്തിയത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം എന്ന സ്പേസ് ക്രാഫ്റ്റിലാണ്. ഇരുവരെയും വഹിച്ചുള്ള സ്പേസ് ക്രാഫ്റ്റ് മുൻകൂട്ടി നിശ്ചയിച്ച പോലെ ക്രൂ കൃത്യമായി മെക്സിക്കൻ കടലിൽ ഫ്ലാഷ് ഡൌൺ ചെയ്തു. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് തിരിച്ചെത്തിയ സുനിത വില്യംസിനും ബുച്ച് വിൽമോർക്കും ഗുരുതരമായ ശാരീരിക വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്.